വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിൽ ഏറ്റവും പ്രശസ്തമായ 10 മുസ്ലിം ഫിലിംസ് ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, അൽ നിബ്രാസ്. ഇമാം അലിയുടെ ജീവിതത്തെ കുറിച്ച് പറയുന്ന ഈ സിനിമ പുറത്തിറങ്ങിയത് 2010-ലാണ്. തികച്ചും ഒരു ഇസ്ലാമിക് മൂവിയായി ഇത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. നമ്പർ 9, എബ്രഹാം എയസ്. 1993 നിർമ്മിച്ച ഈ സിനിമ ഉൽപ്പത്തി പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗവും അബ്രഹാമിന്റെ കഥാപാത്രത്തെയും ഒരു പുതിയ ജനതയുടെ സ്ഥാപകനാകാൻ പോകുന്ന വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശനം നേടാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തെയും ഉൾക്കൊള്ളിക്കുന്നു. നമ്പർ 8, ഉവൈസ് ഖർനി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അനുയായികളിൽ ഒരാളായ യമനിൽ ജീവിച്ചിരുന്ന ഉവൈസ് അൽ ഖർനിയുടെ ജീവിതകഥയും ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് മുമ്പ് യമനിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളും ആ കാലഘട്ടത്തിൽ ഇറാനോടുള്ള യമന്റെ സാന്നിധ്യവും ഈ സിനിമയിൽ കാണിക്കുന്നു. നമ്പർ 7, ജേർണി ഓഫ് മക്ക. 1325 ഇസ്ലാമിക പണ്ഡിതനായ ഇബ്നു ബത്തൂത്ത തന്റെ ജന്മനാടായ മൊറോക്കോയിൽ നിന്ന് ഹജ്ജിനായി മക്കയിലേക്ക് നടത്തിയ ആദ്യത്തെ യഥാർത്ഥ ജീവിതയാത്രയെ ചിത്രീകരിക്കുന്ന ഒരു ഐമാക്സ് നാടകീയ ഡോക്യുമെന്ററി ചിത്രമാണ് ജേർണി ടു മക്ക. 2009 ജനുവരി 7-നാണ് ഈ ഫിലിം റിലീസ് ചെയ്തത്. നമ്പർ 6, ഇമാം അലി എയസ്. ഇമാം അലിയുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ചിത്രമാണ് ദ ടെയിൽ ഓഫ് ദ ഹെവൻസ്. അദ്ദേഹത്തിന്റെ ജനനത്തെയും ഖാദിറിന്റെ സംഭവത്തെയും ഇത് കേന്ദ്രീകരിക്കുന്നു. ഇതൊരു ഹെസ്രു ചിത്രമാണെങ്കിലും അതിന്റെ സിനിമാറ്റിക് നിലവാരത്തിന് പേരുകേട്ടതാണ്. നമ്പർ 5, കിങ്ഡം ഓഫ് സോളമൻ. 2010-ൽ പുറത്തിറങ്ങിയ ഒരു ഇറാനിയൻ മതചരിത്ര ചലച്ചിത്രമാണ് ഇത്. ഇസ്രായേൽ രാജാവായ സോളമൻ പ്രവാചകന്റെ ജീവിതകഥയാണ് ചിത്രം പറയുന്നത്. ഖുറാനിൽ നിന്ന് വേർതിരിച്ചെടുത്ത സോളമന്റെ പ്രവാചക ജീവിതത്തിന്റെ ഇസ്ലാമിക വിവരണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. നമ്പർ 4, ഒമർ സീരീസ്. ഒരു അറബ് ടെലിവിഷൻ സീരിയലാണ് ഒമർ സീരീസ്. ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫയായ ഒമർ ഇബ്നു അൽ ഖത്താബിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. കൂടാതെ 18 വയസ്സ് മുതൽ മരണ നിമിഷങ്ങൾ വരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഈ പരമ്പരയിൽ കാണിക്കുന്നു. നമ്പർ 3, പ്രൊഫറ്റ് യോസഫ്. 2008 ഡിസംബർ 27-ന് ഇറാനിലാണ് ഇത് റിലീസ് ചെയ്തത്. ഖുറാനിൽ നിന്നും ഇസ്ലാമിക പാരമ്പര്യങ്ങളിൽ നിന്നുമുള്ള ജോസഫിന്റെ ഇസ്ലാമിക വിവരണങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. ചിലപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഇറാനിയൻ TV പരമ്പരയായി ഇത് കണക്കാക്കപ്പെടുന്നു. നമ്പർ 2, മോഖ്തദ് നാമി. 2010 ഒക്ടോബർ 1-ന് റിലീസ് ചെയ്ത ഒരു ഇറാനിയൻ ചരിത്ര ഇതിഹാസ ടെലിവിഷൻ പരമ്പരയാണ് ഇത്. എല്ലാ മുഹറം മാസത്തിലും ഇത് ദേശീയ TVയിൽ സംപ്രേഷണം ചെയ്യുന്നു. 5 വർഷമെടുത്താണ് ഇത് പൂർത്തീകരിച്ചത്. ഇമാമുകളുടെ രക്തസ്വാക്ഷിത്വത്തിലേക്ക് നയിച്ച സംഭവത്തെ കുറിച്ചുള്ള അവലോകനമാണ് ഇതിലെ കഥ. നമ്പർ 1, ദ മെസ്സേജ്. മുഹമ്മദിന്റെ ജീവിതകാലത്തെ പറ്റി ചിത്രീകരിക്കുന്ന ഈ സിനിമ 1976 ജൂലൈ 29-ന് ലണ്ടനിലും 1977 മാർച്ച് 9-ന് ന്യൂയോർക്കിലുമാണ് റിലീസ് ചെയ്തത്. ഭരണാധികാരികൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ മുഹമ്മദ് നബി ക്ഷണം അയക്കുന്നതോടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.